ചേട്ടാ സ്മൈല്. ഇപ്പൊ ഇത് ആവശ്യമാണോ? വേണ്ടല്ലേ? അവനെന്താന്ന് ബൈബിള് ചൊല്ലി നമ്മളെ ലോക്ക് ചെയ്തു. നീ പോയിട്ട് ആ കീ എവിടെയാന്ന് പോയിട്ട് കണ്ടുപിടിക്കടാ. അയ്യോ അയ്യോ ഓടിക്കോ. അല്ല സോമി മോളെ, നീ എന്താ ഇവിടെ കിടന്ന് ബഹളുണ്ടാക്കുന്നേ? നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാ. എന്നെ മാത്രം ഒന്ന് വിട്ടേക്ക് മോളെ. ഞാൻ പഠിച്ച ഒന്നും ഇനി പാടില്ല. എന്നെ ഒന്ന് വിട്ടേക്ക് മോളെ. എന്നെ വിട്ടേക്ക്, ഞാൻ പാവാ. ഇങ്ങോട്ട് നോക്കൂ സോംബി. ഈ സമയത്ത് ഞാൻ ചെറിയൊരു ലോജിക്ക് മിസ് ചെയ്തു. ഇപ്പോഴുള്ള നിന്റെ ഈ കോപം ഇപ്പോഴുള്ളതല്ല, അപ്പോഴുള്ളതാ. എന്നോടില്ലല്ലോ. അതുകൊണ്ട് എന്നെ വെറുതെ വിടണം. ബട്ടർഫ്ലൈ എഫക്റ്റ് ആണോ? ഓ എക്സാക്ട്ലി. വളരെ നന്നായിട്ട് ക്യാച്ച് ചെയ്തല്ലോ. നിന്റെ ബ്രെയിൻ ഡെഡ് ആയാലും നിന്റെ ഓർമ്മശക്തി നന്നായിട്ടുണ്ട്. ഐ ലൈക്ക് യു. എല്ലാം ശരിയായി. എടാ പെണ്ണടാ, അങ്ങോട്ട് നോക്കടാ. അത് അങ്ങേരെ എവിടെയാ കൊണ്ട് കളഞ്ഞത്? കാണുന്നില്ല. ഈ ഡ്രസ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്താ നോക്കുന്നേ? അത് ആ കീ കളഞ്ഞില്ല, അത് ഞാൻ നോക്കുകയായിരുന്നു. അത് എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ കീ കിട്ടിയാൽ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. തന്നാ ഓടിപ്പോകൂ. കഴിയുമെങ്കിൽ ആ കീ ഒന്ന് സംഘടിപ്പിച്ചതാ. ഇവിടുന്ന് ഞാൻ ഓടിപ്പോവാൻ എനിക്ക് 4 സെക്കൻഡ് മതി. അതാ സ്റ്റെപ്പിന്റെ അടുത്തുണ്ട്, പോയി നോക്ക്. ഇന്നസെന്റ് ഗേൾ. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, ഞാൻ ഒരുപാട് സോംബി മൂവികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സോംബിയും നിന്നെ പോലെ ഇത്ര വാൾഗറായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റുപ്പിഡ് ഗേൾ. നിനക്കെന്താണ് വട്ടാണോ? അമ്മേ, നിന്നെ അടിച്ചിട്ടുണ്ടല്ലോ. എന്താടാ കാറ്റ് വാക്ക് കഴിഞ്ഞിട്ട് വരുവാണോ? നിന്റെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞോ? പേടിച്ചിട്ട് വയറ്റിൽ നിന്ന് പോയിട്ടിരിക്കുക. നിനക്കോ? ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അല്ലടാ, നിനക്കിത് മുമ്പേ അറിയുന്ന കാര്യമല്ലേ? എന്തിനാ ഉള്ളോട്ട് കയറി വന്നു? എടാ എനിക്കൊന്നും അറിയില്ലടാ. ഞാൻ അത് വഴി പോകുമ്പോഴേ വാച്ച്മാൻ എന്നോട് പറഞ്ഞു ഇവിടെ പ്രേതം കൊണ്ട് ഒഴിപ്പിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ വന്നതാടാ. അപ്പൊ ഈ ഡ്രസ്സോ? വാടകയ്ക്ക് എടുത്തതാ. ഓഹോ. സോംബി ഇങ്ങേര് മന്ത്രവാദി ഒന്നല്ല, ഏതോ കള്ളസ്വാമിയാ. സോംബി വീണ്ടും എന്നെ വെടി വെക്കുന്നത് നിനക്കെന്താ ഭ്രാന്താണോ? എന്നാ എന്നെ കൊല്ല് 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 കൊല്ല്. ഒരെണ്ണം തന്നാണ്ടല്ലോ. അവിടെ നോക്കടി. ഇവിടെ നോക്ക്. എന്നോട് ഇരുന്ന് സേഫ് ആയിട്ടിരിക്കും കേട്ടല്ലോ. ചേച്ചി ഒരേ ഒരു ഫോട്ടോ ചേച്ചി പ്ലീസ്. അത് വന്ന് പിന്നെ ഈ മാസത്തെ മെയിന്റനൻസിന്റെ കാര്യം പറയാൻ വേണ്ടി. നിന്നെ വിട്ടുകളഞ്ഞ എന്റെ തേജി എനിക്ക് കിട്ടില്ല. എനിക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് പോലെ അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ തേജി ഞാൻ സ്നേഹിക്കുക പോലും ഇല്ലായിരുന്നു. പ്ലീസ് എന്നെ ഒന്ന് വിട്. നടക്കാൻ പാടില്ലാത്തൊരു കാര്യം എനിക്ക് സംഭവിച്ചു. നീ അവനെ നിന്റെ ട്രാക്കിൽ കൊണ്ടുവന്നെങ്കിൽ ഞാൻ മരിച്ച 15 ദിവസത്തിനകം നിന്റെ ട്രാക്കിൽ വന്നേനെ. നീ അവനെ നന്നായിട്ട് മയക്കിയല്ലേ? എന്നെ കണ്ടാലേ പേടിച്ചുകൊണ്ടിരുന്നവൻ നിന്നെ കണ്ടതിന് ശേഷം എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. നീ അവനെ എന്ത് വേണേലും ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നമില്ല.
അവന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അവൻ എന്നോട് ഒളിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് ഇഷ്ടമല്ല. It's too late, darling. നീ ജീവനോടെ ഇരുന്നോ അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ പോലും വരില്ല. നീ അവനെ മറന്നാലും അവൻ നിന്റെ പുറകെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. എനിക്ക് കിട്ടാത്ത തേജയെ വേറെ ആർക്ക് കിട്ടിയാലും ഞാൻ വെറുതെ ഇരിക്കില്ല. ശ്രുതി, അവളെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ കണ്ടല്ലോ, എന്റെ ഹെഡ് ബ്ലാസ്റ്റ് ചെയ്യാൻ പോലും എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ ഒട്ടും പോലും മടിയില്ല. നിന്നോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? നിങ്ങൾ തമ്മിലുള്ള വഴക്കിലേക്ക് എന്നെ എന്തിനാ വലിച്ചിരുന്നത്? ശ്രുതി, അവളെ വിട്ടേക്ക്. ഞാൻ ലാസ്റ്റ് ടൈം പറയാ നിന്നോട്. കൊന്നു കളയുമല്ലേ? കൊല്ല്. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ തിരിച്ചു വന്നേ. നീ ബുള്ളറ്റ് ഗിഫ്റ്റ് ആയിട്ട് തരുമല്ലേ? കൊല്ല്. എന്ത് പ്രേമാണ് നിനക്ക്? നിനക്ക് എപ്പോഴാണ് എന്നോട് സ്നേഹം ഉണ്ടായിട്ടുള്ളത്? സ്വത്തിന് വേണ്ടിയല്ലേ എന്നെ കെട്ടിയത്. എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവളോടുള്ള സ്നേഹം പോലും ഞാൻ മറച്ചു വെച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും നീ ഒരു മനുഷ്യനായിട്ട് എന്നെ കണ്ടിട്ടുണ്ടോ? നീ മരിച്ചു കഴിഞ്ഞ് സത്യമായിട്ടും പറയാ ഒരു പുതിയ ലൈഫ് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ നീ വന്നില്ലേ. നിന്റെ ഇത് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടയിൽ എനിക്ക് അവളോട് പോലും ഒന്നും പറയാൻ പറ്റിയില്ല. നീ എന്റെ അടുത്ത് വന്നിട്ട് നിന്റെ അഹങ്കാരം കൊണ്ട് തന്നെ നിനക്ക് വേണമെന്നല്ലാതെ സ്നേഹം കൊണ്ടല്ലോ പറയുന്നത്. നിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ? നിനക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല. അത്രേ ഉള്ളൂ. നിനക്ക് എന്നെ കിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൾക്കും കിട്ടാൻ പാടില്ല. അല്ല, പ്രേമം ഇങ്ങനെയാണോ? സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? ലവ് എന്ന് പറഞ്ഞാലേ ഇവളാടി. എന്റെ സ്വാർത്ഥത കൊണ്ട് അവളെ ഉപേക്ഷിച്ച് ഞാൻ വന്നത്. അന്ന് മുതൽ കല്യാണം കഴിക്കാതെ കാത്തിരിക്കുക ഇവള്. ഇവളാണെങ്കിൽ ഞാൻ ഹാപ്പിയാണെന്ന് മാത്രമേ നോക്കാറുള്ളൂ, എന്നെ പോലെ എന്നെ വിഷമിപ്പിക്കാറില്ല. ഇപ്പൊ ഞാൻ പറയാ, അതെ, ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ട്. ഇനി അവളെ പ്രേമിക്കുള്ളൂ. ഇനി എത്ര ജന്മം കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉണ്ടാവൂ. നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ ഒരുപാട് അഹങ്കാരത്തോടെയാണ് ജീവിച്ചത്. നിന്നോട് സ്നേഹത്തോടെ ഒരിക്കലും ഞാൻ പെരുമാറിയിട്ടില്ല. ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തെന്ന് എന്റെ അമ്മയുടെ മോളായിട്ടിരുന്നപ്പോ എനിക്ക് അറിയില്ലായിരുന്നു. മരിച്ചതിന് ശേഷം എനിക്കത് മനസ്സിലായത്. എന്റെ വിൽ പവറാണോ അതോ ആ ദൈവത്തിന്റെ ശക്തിയാണോന്ന് എനിക്കറിയില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തിരിച്ചു വന്നത്. നിന്നോടുള്ള സ്നേഹം ഇങ്ങനെ കാണിക്കാൻ എനിക്കറിയൂ. അവളെപ്പോലെ നിനക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാ. പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട്. നീ ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലെ ഞാൻ മരിച്ചതിന് ശേഷവും നീ ഇല്ലാതെ എനിക്കൊരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വന്നത്. ഐ വാണ്ട് യു തേജ. I want you. I can't help it. അതങ്ങനെ നടക്കുമെന്ന് പറ. നീ മരിച്ചു പോയതല്ലേ? ഞാൻ അവളെയല്ലേ സ്നേഹിക്കുന്നത്. എന്നാ പിന്നെ എനക്കെന്നെ കൊന്നു കൊണ്ടുപോകണമെങ്കിൽ ബാക്കി നിന്റെ ഇഷ്ടം. എന്റെ ശരീരം നിനക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ മനസ്സ് കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്ന് അവളുടെ അടുത്തായിരിക്കും. നിനക്കെന്നോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ, അത് നിനക്ക് മനസ്സിൽ ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ, decide yourself. തേജ, ടെൻഷനിൽ നീ മറന്നു പോയതാ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് നമ്മളുടെ ആനിവേഴ്സറിയാ. ഇന്ന് നിന്റെ കൂടെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകാന്നാ വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ വരുന്നത് നീയല്ല. നീ എന്റെ കൂടെ വരണം തേജ. എന്റെ കൂടെ ജീവനില്ലാത്ത ശരീരമായിട്ടല്ല. അതുകൊണ്ട് നിനക്കൊരു ചാൻസ് കൂടി തരുവാണ്. നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റ്. നിന്റെ പ്രണയം ത്യാഗം ചെയ്തിട്ടാണ് നീ എന്റെ കല്യാണം കഴിച്ചത്. ഇപ്പൊ നിന്റെ പ്രണയം ജയിക്കാൻ വേണ്ടിയിട്ട് അവളെ നിനക്ക് ഗിഫ്റ്റായിട്ട് തരുവാണ്. ഇത് ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് നിനക്ക് തരുന്ന ഗിഫ്റ്റ് അല്ല. എനിക്ക് നിന്നോടുള്ള യഥാർത്ഥ പ്രണയം കൊണ്ട് തരുന്ന ഗിഫ്റ്റാണ്. തേജ, നിനക്ക് വേണ്ടി
നിന്റെ പ്രണയത്തിന് വേണ്ടി I'll be back. Bye, darling. ഏയ്, ശ്രുതി. തേജു വേണ്ട. അങ്ങനെയാണ് ആ സോംബിയുടെ കഥ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്വേതയും ഹീറോയും തമ്മിൽ കല്യാണം കഴിച്ചു. Hi, darling. I love zombie movies. ഓട്ടോബയോഗ്രഫി തീർക്കുന്നതിന് മുമ്പേ അണ്ണ ആരും എന്താ കട്ടു പറയാത്ത?